40 ദിവസം ഒരു അഗ്നി പരീക്ഷണമായിരിക്കും. അല്ലാഹു സലാമത്താക്കട്ടെ. ഇതാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളം ഖുറൂജുദ് ദജ്ജാൽ. കണ്ടോ, മൂന്നാം ലോക മഹായുദ്ധം നടക്കും. സുഹൃത്തുക്കളെ, മദീന ബോംബിങ്ങിന് അല്ലെങ്കിൽ മിസൈലിന് ആക്രമണത്തിന് വിധേയമാകും. നോക്കൂ, മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവും. കുസ്തൻതീനിയ, ഇന്നത്തെ തുർക്കി. നോക്കൂ, ഇപ്പൊ പ്രധാനമന്ത്രി മാത്രമേ ഇസ്ലാമിക ചേരിയിലുള്ളൂ. അവിടത്തെ മിലിറ്ററി പട്ടാളം ഇപ്പോഴും സെക്യുലർ മൈൻഡിലാണ്, ഇസ്ലാമിന്റെ ചേരിയിലേക്ക് വന്നിട്ടില്ല. ഇനി ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ തുർക്കി മുഴുവനായി ഇസ്ലാമിന്റെ ചേരിയിലേക്ക് വരും. ദജ്ജാൽ വരാൻ അടുക്കുന്നു എന്ന് മുത്ത് സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറ ഉമ്മതഹു അൽ അഅ്വറൽ കദ്ദാബ്. ഈ ലോകത്തേക്ക് തൗഹീദിന്റെ പ്രബോധനവുമായി വന്ന എല്ലാ അമ്പിയാക്കളും സമുദായങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഒറ്റക്കണ്ണനായ ദജ്ജാലിനെ കുറിച്ച്. മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅത്തി അംറുൻ അക്ബറു മിനദ് ദജ്ജാൽ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ആദം നബിയുടെ സൃഷ്ടിപ്പ് മുതൽ അതാ ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ മുഖ്യമായ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയം ദജ്ജാലാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ കാണാം, അലാ ഇന്നഹു അഅ്വർ, അവൻ ഒറ്റക്കണ്ണനാണ്. വ ഇന്ന റബ്ബക്കും ലൈസ ബിഅഅ്വറ, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല. മക്തൂബുൻ ബൈന ഐനൈ, അവന്റെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട് കാഫ് ഫാ റാ, കഫറ എന്ന് എഴുതിയിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. ആധികാരികമായ പ്രവചനങ്ങളാണ് ഇതൊക്കെ. ദജ്ജാൽ വരും, അവന്റെ നെറ്റിയിൽ ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടാവും. എന്താ എഴുതിയിരിക്കുക? കാഫിറുൻ, നിഷേധിയാണ്. കണ്ടോ, ഒറ്റ കണ്ണന, കള്ളനുമാണ്. കണ്ടോ. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അദ്ദജ്ജാൽ, ദജ്ജാൽ അഅ്വറുൽ ഐനിൽ യുസ്റാ, ഇടത് കണ്ണ് പൊട്ടിയവനാണ്. മഅഹു ജുഫാലു ശഅർ, അവന്റെ ശരീരത്തിൽ ജട പിടിച്ച രോമമുണ്ട്, മുടിയുണ്ട്. കണ്ടോ. മഅഹു ജന്നതുഹു വനാറുഹു, അവനോടൊപ്പം ഒരു സ്വർഗവുമുണ്ട് നരകവുമുണ്ട്. പ്രവാചകൻ പറഞ്ഞു, വനാറുഹു ജന്ന വജന്നതുഹു നാർ, അവന്റെ നരകം സ്വർഗമാണ്, അവന്റെ സ്വർഗം നരകവുമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അനുയായികൾ അവനും കിട്ടും. ഏതുപോലെ ഈ ലോകത്ത് ആരെന്ത് കൊണ്ടുവന്നാലും കൂടാൻ ആളുകളുള്ളതുപോലെ ദജ്ജാലിനും അനുയായികൾ കൂടും. ജൂതന്മാരൊക്കെ മൂപ്പരുടെ അനുയായികളായി മാറും. പല അത്ഭുതങ്ങളും കാണിക്കും ദജ്ജാൽ. ഏതുപോലെ പിശാചിന് അല്ലാഹു കുറെ സ്വാതന്ത്ര്യം കൊടുത്തതുപോലെ ദജ്ജാലിനും കൊടുത്തിട്ടുണ്ട്. മരണപ്പെട്ടവരെ ജീവിപ്പിക്കും, കടലിൽ ഇറങ്ങി വലിയ മത്സ്യങ്ങളെ പൊക്കിപ്പിടിച്ച് കാണിക്കും, മഴ വർഷിപ്പിക്കും ദജ്ജാൽ. നോക്കൂ, ഈർച്ചയുള്ള മൂർച്ചയുള്ള വാളുകൊണ്ട് ആളുകളെ കൊല്ലും. തന്റെ ആദർശത്തിലേക്ക് വന്നില്ലെങ്കിൽ രണ്ട് പിളർപ്പാക്കി മാറ്റും. നോക്കൂ, തന്റെ നരകത്തിലേക്ക് ഇടും. ആ നരകം അല്ലാഹു സ്വർഗമാക്കി മാറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടോ. എന്താ ദജ്ജാൽ? പലരും വിചാരിച്ചിരിക്കുന്നത് അമേരിക്കയാണെന്നാ, അല്ലേ? ചിലർ പറഞ്ഞു ട്രെയിനാണ്, ഒറ്റ കണ്ണുള്ളതുകൊണ്ട്. നമുക്ക് വ്യാഖ്യാനിക്കാം, പക്ഷെ എന്താ യാഥാർത്ഥ്യം? അതൊരു പ്രതിഭാസമാണ്, ആർക്കും തള്ളാൻ പറ്റാത്ത ഒരു പ്രതിഭാസം. നോക്കൂ, നുബുവത്തിന്റെ നാവ് കൊണ്ട് പ്രവചനം നടത്തി 1400 വർഷം മുമ്പ് അവിടെ നിന്ന് പറഞ്ഞു, ദജ്ജാല് പുറപ്പെടുന്ന സ്ഥലം, ഭൂമിയിൽ ജീവിക്കുന്ന സ്ഥലം, ദജ്ജാലിനെ വധിക്കുന്നയാളുടെ പേര് എല്ലാം നമ്മുടെ ഹബീബായ മുത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ നിന്ന് പറയുകയാണ്, ഇന്നഹു ഖാരിജുൻ ഖല്ല, ദജ്ജാല് പുറപ്പെടുന്നത് ഖല്ല എന്ന സ്ഥലത്താണ് അവൻ പൊങ്ങുന്നത്. ബൈന ശാമി വൽ ഇറാഖ്, സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിൽ, സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലാണ് മൂപ്പര് പൊങ്ങുക. കണ്ടോ. ലുബ്സുഹു ഫിൽ അർളി 40 യൗമ, ഭൂമിയിൽ 40 ദിവസം താമസിക്കും. യൗമുൻ കസന, ആ ദജ്ജാൽ പ്രത്യക്ഷപ്പെട്ട് ഒന്നാമത്തെ ദിവസം ഒരു കൊല്ലം പോലെ അനുഭവപ്പെടും. ഒരു കൊല്ലത്തെ ദൈർഘ്യം. അത്രമാത്രം പ്രശ്നങ്ങളും ഫിത്നകളും കൊലപാതകങ്ങളും ദജ്ജാൽ സൃഷ്ടിക്കും ഇവിടെ. രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെ, മൂന്നാമത്തെ ദിവസം ഒരാഴ്ച പോലെ, പിന്നീടുള്ള ദിവസങ്ങൾ കയ്യാമിക്കും, നിങ്ങളുടെ സാധാരണ ദിവസം പോലെയാണ്. ദജ്ജാലിനുള്ള ഒരു പേരാണ് മസീഹ്.
മസീഹ് അവൻ ഇങ്ങനെ ഭൂമിയിലൂടെ കറങ്ങും. അതുകൊണ്ടാണ് നമ്മൾ അത്തഹിയാത്തിൽ കാവലിനെ തേടുന്നത്. ഏത്? വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. കണ്ടോ? മോശമായ ജീവിതം, മോശമായ മരണം, അല്ലാഹുവേ കാക്കണേ. ഈ ഭൂമിയിലൂടെ കറങ്ങി നടക്കുന്ന ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാക്കണേ. അത്തഹിയാത്തിൽ ദുആ രക്കുന്നുണ്ടല്ലോ, അവൻ ഇങ്ങനെ ഭൂമിയിലൂടെ കറങ്ങുമെന്ന. അഥവാ ദജ്ജാലിന്റെ മുമ്പിൽ ചെന്ന് പെട്ടാൽ രക്ഷപ്പെടാനുള്ള ഒരു മന്ത്രം നമ്മുടെ നേതാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മന്ത്രം വേണോ? പറഞ്ഞു തരട്ടെ? അതിന് പ്രത്യേക കാശ് തരുമോ? എന്താ സാർ? ഫമൻ അദറകഹു മിൻകും, നിങ്ങളിൽ ആരെങ്കിലും ദജ്ജാലിനെ കണ്ടുമുട്ടിയാൽ ഭയപ്പെടരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫൽയഖറ, അവൻ ഓതട്ടെ ഫവാത്തിഹ സൂറത്തുൽ കഹ്ഫ്. അൽ കഹ്ഫ് സൂറത്തിന്റെ ആദ്യത്തെ ആയത്തുകൾ, അൽ കഹ്ഫ് സൂറത്തിന്റെ ആദ്യത്തെ ആയത്തുകൾ ഓദിക്കോ. ഫഇന്നഹു ജിവാറുകും മിൻ ഫിത്നതി, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അഭയമാണ് ഷഫീഉനാ റസൂലുള്ളാഹി. കണ്ടോ? അൽ കഹ്ഫ് സൂറത്തിൻ എല്ലാ വെള്ളിയാഴ്ച ഓതിയ ബൈഹാർട്ടാവും. അതിന്റെ ആദ്യത്തെ 4-5 ആയത്തങ്ങ് പഠിച്ചു വെച്ചോ. അഥവാ നമ്മുടെ ജീവിതകാലത്ത് മൂപ്പര് വന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ ഫിത്നയാ, അവൻ അവിടെ അടുത്ത് വരും. എന്റെ ഉപ്പാപ്പാനെ കബറിന്ന് പൊക്കട്ടെ എന്ന് പറയും. എന്നാ പൊക്ക്. മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കും, മഴയൊക്കെ വർഷിപ്പിക്കും, കടലിൽ ഇറങ്ങി നല്ല അഴുക്കോറയും തിമിംഗലവും ഒക്കെ പൊക്കിപ്പിടിച്ച് ഇങ്ങനെ അത്ഭുതം കാണിക്കുന്നവരൊക്കെ ഇപ്പൊ ദൈവമല്ലേ, ആൾ ദൈവങ്ങൾ അല്ലേ. ആ ആൾക്കാരൊക്കെ കൂടും കൂട്ടത്തിൽ. പടച്ചവൻ കാത്തു രക്ഷിക്കട്ടെ. ഈമാൻ, പ്രോജ്വലമായ വിശ്വാസം, ദൃഢമായ ഈമാൻ അള്ളാഹു നമുക്ക് തരട്ടെ. ദജ്ജാലിന്റെ കെണിയിൽ പെടാതെ അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. നോക്കൂ, ഇമാം മുസ്ലിം, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, യഅ്തിൽ മസീഹു, ഈ മസീഹ് ദജ്ജാൽ വരും, മിൻ ഖിബലിൽ മശ്രിഖി, ഒരു കിഴക്കൻ നാട്ടിൽ നിന്നും വരും. ഇമ്മതുഹു അൽ മദീന, അവന്റെ ലക്ഷ്യം മദീനയാണ്. പ്രവാചകനോട് അവന് വെറുപ്പുണ്ട്. അവൻ വരുന്നത് മദീന ലക്ഷ്യമാക്കിയാണ്. ഹത്താ യൻസില, അവൻ വന്നിട്ട് ഇറങ്ങും. ദുബുറ ഉഹദ്, ഉഹദ് മലയുടെ പിന്നിൽ വന്ന് നിൽക്കും. ദജ്ജാൽ വന്ന് നിൽക്കുന്ന സ്ഥലം സൗദി ഗവൺമെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇപ്പോ. ദജ്ജാൽ വന്ന് നിൽക്കുന്ന സ്ഥലം മനസ്സിലായില്ലേ? ദജ്ജാലിന് പുണ്യനാടുകളിലേക്ക് കടക്കാൻ അനുവാദമില്ല. മക്ക, മദീന, ഒരു റിവായത്തിൽ ബൈത്തുൽ മഖ്ദിസ്, ജെറൂസലമിലും ബൈത്തുൽ മഖദ്ദിസിലും കാലുകുത്താൻ കഴിയില്ല. മക്കയുടെയും മദീനത്തേക്കും വരുമ്പോൾ മലക്കുകൾ അവനെ തടയും. ഉണ്ടോ? അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ തടയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അങ്ങനെ ഉഹദ് മലയുടെ പിന്നിൽ വന്ന് നിൽക്കും. സുമ്മ തസ്രിഫുൽ മലായികതു ഖിബല ശാം, അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ മുഖത്തെ, അവനെ സിറിയയുടെ ഭാഗത്തേക്ക് തിരിച്ചുവിടും. ഹുനാലിക യുഹ്ലകു, അവിടെ വെച്ച് അവന്റെ അന്ത്യം നടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുക. നോക്കൂ, ദജ്ജാലിനെ ആരാ നശിപ്പിക്കുന്നത്, കൊല്ലുന്നത്? നുബുവത്തിന്റെ നാവ് കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു. ദജ്ജാലിനെ വധിക്കുന്നത് സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട ഈസാ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാമാണ്. അതാ ഖിയാമത്തിന്റെ വലിയ 10 അടയാളങ്ങളിൽ 3ാമത്തെ അടയാളം പുലരുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈസാ നബി വാനലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. യഅ്തിൽ മസീഹു യഅ്തി യഅ്തി, ഈസാ നബി അലൈഹിസ്സലാം വരും. ആകാശത്ത് നിന്ന് യൻസിലു ഈസാ ഇബ്നു മറിയമ ഇൻദൽ മനാറത്തിൽ ബൈളാ ശർഖി ദിമഷ്ക, ഡമാസ്കസ് പട്ടണത്തിലുള്ള മസ്ജിദിന്റെ വെളുത്ത മുനാരത്തിൽ ഈസാ നബി വാനലോകത്ത് നിന്ന് ലാൻഡ് ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. കണ്ടോ? ബാത്റൂമിൽ നിന്ന് കുളിച്ച് ഇറങ്ങുന്നവനെ പോലെ താടി തലമുടിയിലൂടെ തുഷാര ബിന്ദുക്കൾ, മഞ്ഞിന്റെ കണികകൾ ഇറ്റിറ്റ് വീഴും. വാലിഅൻ കഫൈ അലാ അജ്നിഹതി മലക്കൈനി, 2 മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അതാ ഈസാ നബി ഇറങ്ങി വരും. കണ്ടോ? ആ പള്ളി ഇപ്പൊ നിലവിലുണ്ട് സിറിയയിൽ, ദമാസ്കസ് പട്ടണത്തിൽ. ആ പള്ളിയുടെ മുനാരത്തിലാണ് ഈസാ നബി ഇറങ്ങുക. ഇപ്പൊ ഈസാ നബി വാനലോകത്ത് ജീവിച്ചിരിക്കുകയാ. 2000-ലധികം വർഷമായി ഉയർത്തപ്പെട്ടിട്ട്. കണ്ടോ?
ഇതെല്ലാം അല്ലാഹു തആല ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു സുഖ്റുഫിൽ കാണാം, വ ഇന്നഹു ലഇൽമുൽ ലിസ്സാഅ ഫലാ തംതറുന്ന ബിഹാ വത്തബിഊനി ഹാദാ സിറാത്തും മുസ്തഖീം. ഈസാ നബിയുടെ വരവ് ഖിയാമത്തിന്റെ അടയാളമാണ്. ഫലാ തംതറുന്ന ബിഹാ, നീ ഖിയാമത്തിനെ പറ്റി സംശയിക്കരുത്. സൂറത്തു സുഖ്റുഫ്. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പള്ളിയിൽ ലാൻഡ് ചെയ്താൽ നേരെ പള്ളിക്കകത്തേക്ക് കടക്കും. അപ്പോ ളുഹായുടെ സമയമാണ്, പ്രഭാതം. നോക്കൂ, പള്ളിയിൽ വിശ്വാസികളും ഇമാം മഹദിയും ഈസാ നബിയെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. ഇമാം മഹദിയും ഈസാ നബിയും അതാ ളുഹർ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കും. ബാങ്ക് വിളിക്കും. ഈസാ നബി ഇമാം മഹദിയോട് പറയും, ഇമാമത്ത് നിൽക്കാൻ പറയും. മഹദി ഇമാം തിരിച്ചു പറയും. നോക്കൂ, ഇമാം മഹദി ഇമാമത്ത് നിൽക്കും, ളുഹർ നമസ്കരിക്കും. നമസ്കാരം കഴിഞ്ഞ് വിശ്വാസികളും ഇമാം മഹദിയും ഈസാ നബിയും കൂടി അതാ പുറത്തേക്ക് ഇറങ്ങുന്നു. ഫയത്തുലുബുഹു, ദജ്ജാലിനെ തേടുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ദജ്ജാലിനെ കണ്ടുമുട്ടും ബിബാബിലുദ്, ബാബിലുദ് എന്ന സ്ഥലത്ത് വെച്ച്. ഫയഖ്തുലുഹു, അവിടെ വെച്ച് ഈസാ നബി വധിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ബാബുലുദ് ഉണ്ടോ? ഇന്ന് ഇതേ പേരിൽ ബാബുലുദ്, LUDD എന്നാണ്. ഇംഗ്ലീഷിൽ ദാലില്ലാത്തത് കൊണ്ട് ബാബുലുഡ് എന്നാണ്. അവിടെ ഇസ്രയേൽ ഒരു എയർപോർട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നു. മിക്കവാറും വിമാനത്തിൽ വന്ന് ഇറങ്ങുമ്പോഴായിരിക്കും ഈസാ നബി അല്ലേ, വെടിയൊന്നുമല്ല, ചാട്ടുളി എറിയുമെന്നാണ് ഹദീസിൽ. ഈസാ നബിയെ കാണുമ്പോ ദജ്ജാൽ ഉരുകും. കമാ യദൂബുൽ മിൽഹു, ഉപ്പുരുകുന്നത് പോലെ ഈസാ നബി ചാട്ടുളി ഉന്നം പിടിച്ചിട്ടെറിയും. അവന്റെ ശരീരത്തിൽ നിന്നും രക്തം പൂക്കുറ്റി പോലെ ഒഴുകും. അതാ വലിയ ശബ്ദത്തോടെ ദജ്ജാൽ നിലംപൊത്തും. എല്ലാം ഹദീസിൽ വന്നിട്ടുണ്ട്. നോക്കൂ, ഈസാ നബിയുടെ ആദ്യത്തെ ദൗത്യം ദജ്ജാലിനെ വധിക്കുകയാണ്. ഇത് ക്രൈസ്തവരും വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന കാര്യമാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ ദജ്ജാലിനെ തുടച്ചു നീക്കി കഴിഞ്ഞാൽ ഇനി ലോകം ഈസാ നബിയുടെ കയ്യിലാണ്. കണ്ടോ, ഈസാ നബി അലൈഹിസ്സലാം ഇനി സുന്ദരമായി ലോകം ഭരിക്കും. ഹദീസിൽ കാണാം, യൻസിലു ഫീകും ഇബ്നു മറിയം യൂഷികു ഫീകും ഇബ്നു മറിയം. ഇതാ ഈസാ നബി നിങ്ങളിലേക്ക് വരാൻ അടുത്തിരിക്കുന്നു. ഹക്കമൻ അദ്ലാ, നല്ലൊരു നീതിമാനായ ഭരണാധികാരിയായി ഈസാ നബി യേശു ലോകത്തേക്ക് വരും. ഈസാ നബി വന്നു കഴിഞ്ഞാൽ ചില പരിഷ്കാരങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പ്രവാചകന്റെ പ്രവചനമാണ്. ഈസാ നബിയുടെ വന്നാൽ ചില പരിഷ്കാരങ്ങളൊക്കെ നടത്തും. എന്താ? ഒന്ന്, യഖ്തുലുൽ ഖിൻസീർ, പന്നികളെ കൊല്ലും. പന്നിയെ കൊല്ലും. യലഉൽ ജിസിയ, ടാക്സ് ഇറക്കി വെക്കും. കണ്ടോ? യക്സിറുസ് സലീബ്, കുരിശ് തകർക്കും. ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് വിഷജന്തുക്കളും കുട്ടികളും പാമ്പുകളും ഒന്നിച്ച് കളിക്കും. അന്ന് അകിടുകൾ പാലുകൊണ്ട് കിനിയും. ഫ്രൂട്ട്സുകൾ അന്ന് കായ്കനികൾ അന്ന് അള്ളാഹു സുലഭമാക്കും. ഭൂമിയിൽ അന്ന് ബറക്കാത്തുകൾ അള്ളാഹു നൽകും. അതാ ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ യതസവ്വജു മിൻ അഹ്ലി ബൈതി. ഇബ്നുൽ ജൗസി റിപ്പോർട്ട് ചെയ്യുന്നു, മുത്ത് പറഞ്ഞു, എന്റെ കുടുംബത്തിൽ നിന്ന് വേളി കഴിക്കും. ഈസാ നബി വിവാഹം ചെയ്യും. വയൂലദു ലഹു, മക്കൾ ജനിക്കും. അതങ്ങനെ ഈസാ നബി വയംകുസു 45 സന, 45 വർഷം ഈ ഭൂമിയിൽ ജീവിക്കും. ഒരു റിവായത്തിൽ 7 സിനീൻ, 7 കൊല്ലം എന്നും വന്നിട്ടുണ്ട്. അങ്ങനെ ഈസാ നബി ഹജ്ജ് ചെയ്യും. സുമ്മയമൂത്ത്, പിന്നീട് വഫാത്താകും. വയുദ്ഫനു മഈ, എന്റെ റൗളയിൽ എന്നോടൊപ്പം ഈസാ നബിയെ സംസ്കരിക്കും. ഫഅഖൂമു അന വ ഈസാ, നാളെ സൂറന്ന കാഹളത്തിൽ ഓതുമ്പോൾ എന്റെ ഖബറാണ് ആദ്യം പൊട്ടുന്നത്. ഞാനും ഈസാ നബിയും മഹ്ശറയിലേക്ക് എണ്ണിക്കും. ബൈന അബീബക്കർ വ ഉമർ, അബൂബക്കർ ഉമർമാരുടെ ഇടയിൽ.
അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എല്ലാം പറഞ്ഞു അവിടെന്ന്. നോക്കൂ, അങ്ങനെ ഈസാ നബിയുടെ കയ്യിലാണ് ലോകം, ശാന്തിയും സമാധാനവും കിനിയുന്ന ലോകം. അല്ലാഹു ഈസാ നബിയോട് പറയും, ഈസാ അതാ മറ്റൊരു പരീക്ഷണം വരികയാണ്, ഒരു ഫിത്ന വരികയാണ്. അവിടുന്ന് തൂർ സീനാ പർവ്വതത്തിലേക്ക് അഭയം തേടണം. അല്ലാഹു ഈസാ നബിയോട് പറയും, അതാ ഖിയാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം പുറപ്പെടുകയാണ്. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറഞ്ഞു, إذا فتحت يأجوج ومأجوج وهم من كل حدب ينسلون. യഅജൂജും മഅജൂജും തുറന്നു വിടപ്പെട്ടാൽ വഹും മിൻ കുല്ലി ഹദബിൻ, എല്ലാ കുന്നിൻ മുകളിലൂടെയും നാട്ടിലേക്ക് ഗ്രാമത്തിലേക്ക് യൻസിലൂൻ, അവരാർത്തലച്ച് വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഖിയാമത്തിന്റെ മറ്റൊരടയാളമാണ് യഅജൂജും മഅജൂജും പുറപ്പെടുന്നത്. ഈസാ നബി തൂർ സീനാ പർവ്വതത്തിലാണ്. നോക്കൂ, തൗറാത്ത് നൽകിയ മലയാണ്. മൂസാ നബി അല്ലാഹുമായി സംസാരിച്ച മലയാണ്. അല്ലാഹു സത്യം ചെയ്ത മലയാണ്. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ. തൂർ സീനാ പർവ്വതത്തെ തന്നെയാണ് സത്യം. അവിടെ ഇരുന്ന് ദുആ ചെയ്യും ഈസാ നബി. അതാ ദജ്ജാൽ യഅജൂജ് വമഅജൂജ് പുറപ്പെടുകയാണ്. യഅജൂജ് വമഅജൂജ് ആരാണവർ? ഗോഗ് ആൻഡ് മഗോഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും. യഅജൂജ് വമഅജൂജ് ബൈബിൾ യഹസ്കേൽ പുസ്തകത്തിൽ ഇവരെ പറ്റി പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലും അതാ അവരെ പറ്റി ശക്തമായിട്ട് പറയുന്നുണ്ട്. അവരാരാ? പല ആളുകൾക്കും പല നിഗമനങ്ങളും വിശ്വാസങ്ങളും ഉണ്ട്. നോക്ക്, ഖുർആൻ പറഞ്ഞു അവർ മനുഷ്യരാണ്, സാധാരണ മനുഷ്യരല്ല. അവരുടെ കൂട്ടത്തിൽ കുള്ളന്മാരുണ്ട്, അവരുടെ കൂട്ടത്തിൽ വലിയ പൊക്കമുള്ളവരുണ്ട്. അവരുടെ സിംബൽ എന്ന് പറയുന്നത് ഫിത്നയാണ്, അക്രമങ്ങളാണ്, അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു ഭൂമിയിൽ അവർ. യഅജൂജും മഅജൂജും കണ്ടോ? അവരുടെ തലമുറ അവര് നൂഹ് നബിയുടെ മൂന്നാമത്തെ മകൻ യാഫിസിന്റെ മക്കളാ. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, നൂഹ് നബിക്ക് 3 മക്കൾ. 1 ഹാം, 2 സാം, 3 യാഫിസ്. ഹാം എന്ന് പറയുന്ന പിതാവിന്റെ മക്കളാണ് അറബികൾ. നോക്കൂ, സാം എന്ന് പറയുന്ന വാപ്പയുടെ മക്കളാണ് ആഫ്രിക്കക്കാർ, ഹബിഷ. യാഫിസ് എന്ന് പറയുന്ന മകന്റെ മക്കളാണ് അബു തുർക്കി. വയഅജൂജ് വമഅജൂജ്, തുർക്കികളും യഅജൂജും മഅജൂജും നൂഹ് നബിയുടെ മൂന്നാമത്തെ മകൻ യാഫിസിന്റെ മക്കളാണ്. കണ്ടോ? അപ്പൊ യഅജൂജും മഅജൂജും മനുഷ്യര് തന്നെയാണ്. ചില കിതാബുകളിലൊക്കെ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെവി വിരിക്കും, ഒരു ചെവി പുതയ്ക്കും എന്നൊക്കെ. അതിന്റെയൊക്കെ സിഹത്ത് നമുക്കറിയില്ല. ഏതായാലും ഖുർആൻ അവരെ പറ്റി പറഞ്ഞ അറിവ്, മുത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന അറിവ്, നമ്മുടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു തന്ന അറിവ് മാത്രമേ നമുക്ക് ഈ വിഷയത്തിലുള്ളൂ. കണ്ടോ? ഒരു ദിവസം യഅജൂജും മഅജൂജും പുറപ്പെടും. അവരിപ്പോ എവിടെയാ? ഇപ്പോഴവർ ഒരു വലിയ തടയണ ഡാമിനകത്താണ്. കണ്ടോ? അവരെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ആരാണ് അവരെ തടഞ്ഞിട്ടിരിക്കുന്നത്? മഹാനായ ഒരു ചക്രവർത്തി ലോകം അടക്കി ഭരിച്ചിരുന്നു ഇബ്രാഹിം നബിയുടെ കാലത്ത്, 4000 കൊല്ലങ്ങൾക്കപ്പുറം. അവരുടെ പേരാണ് ദുൽഖർനൈൻ. കണ്ടോ? ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ 2 കൊമ്പുള്ളയാൾ. പേടിക്കണ്ട, നെറ്റിയിൽ അങ്ങനെ 2 കൊമ്പൊന്നും ഇല്ല. അവരുടെ പേര് ഇസ്കന്ദറുൽ യൂനാനി എന്ന. അലക്സാണ്ടർ യൂനാനി ഒരു കറുത്ത മനുഷ്യനായിരുന്നു. തഫ്സീർ ഇബ്നു കസീറിൽ കാണാം, വകാന വലിയുല്ലാഹ്, അല്ലാഹുവിന്റെ വലിയായിരുന്നു. അസ്വദൽ ലൗൻ, കറുത്ത മനുഷ്യൻ. ഇബ്നു അജൂസിൻ, ഒരു വൃദ്ധയുടെ ഏക മകൻ. നോക്കൂ, ഇബ്രാഹിം നബിയുടെ കാലത്ത് ജീവിച്ചു. ഇബ്രാഹിം നബിയോടൊപ്പം ഹജ്ജ് ചെയ്തു, കഅബ തവാഫ് ചെയ്തു. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച ഒരു മനുഷ്യൻ. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം 1000-ലധികം കൊല്ലം ജീവിച്ചു. ഭൂമി അടക്കി ഭരിച്ച ഒരു വിശ്വാസിയാണ്. അദ്ദേഹമാണ് ദുൽഖർനൈൻ. പേര് ഇസ്കന്ദർ, അലക്സാണ്ടർ യൂനാനി. ദി ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് +2 പഠിച്ചു നമ്മൾ. അദ്ദേഹമല്ല ഇത്. ദി ഗ്രേറ്റ് അലക്സാണ്ടർ 33 കൊല്ലം ജീവിച്ച, ഈസാ നബിക്ക് മുമ്പ് ജീവിച്ച റോമക്കാരനായിരുന്നു. ഇത് ഇസ്കന്ദർ യൂനാനിയാണ്. ഇബ്രാഹിം നബിയുടെ കാലത്ത് 4000 സംവർഷം അപ്പുറമാണ് ജീവിച്ചത്.
ഭൂമി അടക്കി ഭരിച്ച വിശ്വാസിയാണ് ഇദ്ദേഹം. നോക്കൂ, അദ്ദേഹമാണ് യഅജൂജിനെയും മഅജൂജിനെയും തടഞ്ഞ് ഒരു ഡാം പണിതിട്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഓതാൻ പറഞ്ഞത് അതിനു വേണ്ടിയാണ്. നോക്കൂ, എല്ലാ വെള്ളിയാഴ്ചയും കഹ്ഫ് അധ്യായം ഓതുന്നെങ്കിൽ ആ ചരിത്രത്തിലൂടെ നമുക്ക് പോകാം. അല്ലാഹു അവിടെ പറയുന്നുണ്ട്, വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള് വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ. നബിയെ, അങ്ങയോട് ചോദിക്കുന്നു ദുൽഖർനൈനിയെ കുറിച്ച്. അവിടെന്ന് പറയണം, ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ. ദുൽഖർനൈനിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രസ്താവന നടത്താം. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള്, നാം അവർക്ക് ഭൂമിയിൽ ആധിപത്യം നൽകി. വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ, മുഴുവൻ ആയുധങ്ങളും സാമഗ്രികളും നാം അവർക്ക് ഭൂമിയിൽ നൽകി. അദ്ദേഹം പടയോട്ടങ്ങൾ നടത്തി കിഴക്കോട്ട് പടിഞ്ഞാറോട്ട്. അള്ളാഹു പറയുകയാണ്, അദ്ദേഹം സൈന്യത്തെയും വഹിച്ച് പടയോട്ടങ്ങൾ നടത്തി. ഭൂമി മുഴുവനും അദ്ദേഹത്തിന്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 2 കൊമ്പെന്ന്. അത് കൊമ്പുണ്ടായിട്ടല്ല, പിന്നെ 2 കാരണമാണ് മുഫസ്സിറുകൾ പറയുന്നത്. ദുൽഖർനൈൻ 2 കൊമ്പുള്ളയാളെന്ന് പേര് വരാൻ കാരണം അല്ലാഹു അദ്ദേഹത്തിന് ഊതിയ ഇൽമുൽ ലാഹിരി വൽ ബാത്തിൻ, ആന്തരികവും ബാഹ്യവുമായ നോളേജ് അല്ലാഹു കൊടുത്തിരുന്നു. കണ്ടോ ഒരു വ്യാഖ്യാനം ഭൂമി അടക്കി ഭരിച്ചിരുന്നു. ഭൂമിയുടെ ഒരു അർദ്ധഗോളത്തിൽ, അതാ നമ്മൾ പറഞ്ഞില്ലേ ബ്രിട്ടീഷുകാരെ പറ്റി, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന്. ഇതുപോലെ ഭൂമിയുടെ 2 ഭാഗത്തും ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് ആര്? ദുൽഖർനൈൻ. അതുകൊണ്ടാണ് 2 കൊമ്പ് എന്ന് കുനിയത്ത് അവർക്ക് സ്ഥാനപ്പേരുണ്ടായത്. നോക്കൂ, അദ്ദേഹം തന്റെ പട്ടാളത്തെയും സൈന്യത്തെയും നയിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്തെത്തി. പിന്നീട് അദ്ദേഹം ഒരു വഴിയിൽ കയറി. അല്ലാഹു പറയുകയാണ്, ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈൻ വജദ മിൻ ദൂനിഹിമാ ഖൗമാ ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ. 2 പർവ്വതങ്ങളുടെ ഇടയിൽ സമതലത്തിൽ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ കുറെ ആളുകൾ ജീവിക്കുന്നു. അവരുടെ ഭാഷ ദുൽഖർനൈനിക്ക് മനസ്സിലാകുന്നില്ല. ബൈന സദ്ദൈനി വജദ മിൻ ദൂനിഹിമാ ഖൗമാ ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ. കണ്ടോ, ഭാഷ അറിയാത്ത കുറെ ആളുകൾ അവിടെ ജീവിക്കുന്നു. 2 പർവ്വതങ്ങളുടെ ഇടയിൽ ഇങ്ങനെ സമതലത്തിലാണ് അവർ ജീവിക്കുന്നത്. ബൈന സദ്ദൈൻ. കണ്ടോ, അപ്പൊ അവര് ദുൽഖർനൈൻ രാജാവ് ഇങ്ങനെ എഴുന്നള്ളുന്നത് കണ്ടപ്പോ അവര് പറഞ്ഞു, ഖാലൂ യാ ദൽ ഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ് മുഫ്സിദൂന ഫിൽ അർള്. അവര് പറഞ്ഞു, രാജാവേ, യഅജൂജും മഅജൂജും ഈ പർവ്വതങ്ങളുടെ ഇടയിലൂടെയാണ് നാട്ടിലേക്ക്, സമതലത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അവര് വന്ന് അരാജകത്വം സൃഷ്ടിക്കുന്നു, രക്തം ചിന്തുന്നു. വലിയ പ്രശ്നമാണ് അവരെ കൊണ്ട്. അങ്ങ് വിചാരിച്ചാൽ ആ വലിയ ഒരു ഫിത്ന തടയാൻ പറ്റും. ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. ഞങ്ങൾ അങ്ങേക്ക് ടാക്സ് തരാം, മാസവരി തരാം, അവരുടെ വരവ് ഒന്ന് അടച്ചു തരണം. ഈ 2 പർവ്വതങ്ങളുടെ ഇടയിൽ ഡാം കെട്ടിത്തരണം, അവരുടെ പാത തടഞ്ഞ് വെക്കണം. അവരെല്ലാം രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാം, ഫീസോ ടാക്സോ മാസവരിയോ തരാം. നന്നായിട്ട് ഈ 2 മലകൾ ചേർത്ത് ഒരു ഡാം കെട്ടിയാൽ അവരുടെ വരവ് നമുക്ക് തടയാം. കണ്ടോ, അപ്പൊ ദുൽഖർനൈനി പറഞ്ഞു, നിങ്ങൾ എനിക്ക് മാസവരിയും ടാക്സും ഒന്നും തരണ്ട, അല്ലാഹു എനിക്ക് വിഭവങ്ങൾ തന്നിട്ടുണ്ട്. ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈർ ഫഅഈനൂനി ബിഖുവ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ. ദുൽഖർനൈനി പറഞ്ഞു, ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈർ, അല്ലാഹു എനിക്ക് ആധിപത്യവും സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്, നിങ്ങൾ എന്നെ സഹായിക്കണം. ഫഅഈനൂനി ബിഖുവ, മാൻ പവർ കൊണ്ട് സഹായിക്കണം. നിങ്ങളൊരു ശ്രമദാനം നടത്തിയാൽ മതി.
ഞാൻ നിങ്ങൾക്ക് ഡാം കെട്ടിത്തരാം. ഫഈനൂനി ബിഖുവ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ, അവരുടെ വരവിന്റെയും നിങ്ങളുടെ ഇടയിൽ റദ്മാ, ഒരു ഡാം ഞാൻ കെട്ടിത്തരാം, നല്ലൊരു തടയണ കെട്ടിത്തരാം. എന്നിട്ട് ദുൽഖർനൈൻ എന്ത് പറഞ്ഞു? നിങ്ങളെല്ലാവരും ഇരുമ്പിന്റെ കഷ്ണം പലക കൊണ്ടുവരാൻ പറഞ്ഞു. ആതൂനി സുബറൽ ഹദീദ് ഹത്താ ഇദാ സവാ ബൈന الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോ ഈ ഭാഗത്തൂടി കടന്നു പോകും. കണ്ടോ? ദുൽഖർനൈനി പറഞ്ഞു നിങ്ങളെല്ലാം ഇരുമ്പിന്റെ പലക കൊണ്ടുവരാൻ പറഞ്ഞു. ആതൂനി സുബറൽ ഹദീദ് ഹത്താ ഇദാ സാവാ ബൈന സദഫൈൻ, രണ്ട് മലകളുടെ ഇടയിൽ ഈ ഇരുമ്പിന്റെ കട്ടികൾ നിങ്ങൾ അടുക്കി വെക്കണം. അടിയിൽ വിറക് വെച്ച് ഖാലൻഫുഖു, തീ കൊടുത്ത് നിങ്ങൾ ഊതിക്കൊണ്ടിരിക്കണം. അങ്ങനെ ആളുകളെല്ലാം വിറക് വെച്ചു, തീ കൊടുത്തു, ഇരുമ്പങ്ങോട്ട് പഴുക്കാൻ തുടങ്ങി. നോക്കൂ, ദുൽഖർനൈനി പറയുകയാണ് ഉഫ്രിഗ അലൈഹി ഖിത്റാ, ഞാൻ ഉരുകിയ ചെമ്പ് അതിന്റെ മുകളിലൂടെ ഒഴുക്കി വിടുന്നതാണ്. അങ്ങനെ ആളുകളെല്ലാം ശ്രമദാനം നടത്തി വിറകും മുട്ടിയൊക്കെ വെച്ച് അതാ കത്തിച്ച് ആ ഇരുമ്പ് പഴുത്ത് പിത്തള അതിന്റെ മുകളിലൂടെ അതാ ഉരുക്കി ഒഴിച്ചു. ഡാമിന്റെ പണി പൂർത്തിയായി. യഅജൂജ് വ മഅജൂജിന്റെ പാത അടച്ചു. എന്നിട്ട് നിർമ്മാണമെല്ലാം കഴിഞ്ഞപ്പോ അള്ളാഹു ശുക്ർ ചെയ്യുകയാണ്. ആര്? നന്ദി ചെയ്യുകയാണ്. ആര്? ദുൽഖർനൈൻ. ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, കരുണയാണ്. ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാ, അള്ളാഹുവിന്റെ വാക്ക് പുലരുമ്പോൾ ഈ ഡാം തകരുന്നതാണ്, ഈ തടയണ പൊട്ടിപ്പൊളിയുന്നതാണ്. സമയം വരുമ്പോ അള്ളാഹുവിന്റെ വാക്ക് പൂർത്തിയാകുമ്പോ ഈ ഡാം പൊട്ടും എന്നാര് പറഞ്ഞു? ദുൽഖർനൈൻ. സുഹൃത്തുക്കളെ, ആ ഡാമിന്റെ പിന്നിലാണ് യഅജൂജ് വ മഅജൂജ്. നോക്കൂ, ഡാം പൊട്ടാൻ പോവുകയാ, ഖിയാമത്ത് അടുത്തു. കണ്ടോ? ദജ്ജാൽ വന്നു, ഈസാ നബി വന്നു, ഇനി വരുന്നത് യഅജൂജ് വ മഅജൂജ്. ഈസാ നബി തൂർ സീനാ മലയിൽ ദിക്റിലും ദുആയിലുമാണ് ഈ വലിയ ഫിത്നയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. സുഹൃത്തുക്കളെ, അതാ ഈസാ നബിയും അനുയായികളും മലയിൽ തൂർ സീനാ പർവ്വതത്തിൽ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ യഅജൂജും മഅജൂജും ഡാം തകർത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. ഹത്താ ഇദാ ഫുതിഹത് യഅജൂജ് വ മഅജൂജ്. അംബിയാ സൂറത്തിൽ അല്ലാഹു പറഞ്ഞു അങ്ങനെ യഅജൂജും മഅജൂജും തുറന്നു വിടപ്പെടുകയാണ്. തലച്ചവര് വരും, ഒഴുകിയ വരിക. ഒരു യഅജൂജിന്റെ വാപ്പ 1000 മക്കളെ കാണുമെന്നാണ്. അപ്പൊ മക്കളിങ്ങനെ പെറ്റുവരുമെന്നാണ്. അവരിവിടെ വരുമ്പോ ജനങ്ങളെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞു കൊടുക്കുമെന്നാ. തൊബരിയ തടാകം മുഴുവനും കുടിച്ചു വറ്റിക്കും. നിങ്ങളുടെ വേമ്പനാട്ട് കായലൊന്നും കാണൂല. ശുദ്ധജല സ്രോതസ്സൊക്കെ വറ്റിക്കുമെന്നാ. കണ്ടോ? അക്രമം, രക്തം ചിന്തൽ. എന്നിട്ട് അവരെന്ത് ചെയ്യും? ആകാശത്തേക്ക് അവർ അമ്പ് ചെയ്യുമെന്ന. അപ്പൊ മലക്കുകൾ എന്ത് ചെയ്യും? ഇത്തിരി രക്തം അങ്ങ് പുരട്ടി ഇങ്ങോട്ട് വിടും. അല്ലാഹ് പറയും ഒന്ന് പറ്റിച്ചേക്കാൻ പറയും. അപ്പൊ ഇവർ നെകളിക്കും, ഞങ്ങൾ ഭൂമിയിലുള്ളവരെയും കൊന്നു, ഞങ്ങൾ മുകളിലുള്ളവരെയും നശിപ്പിച്ചു എന്ന് പറയുമെന്ന. അങ്ങനെ ഭൂമിയിൽ അവർ പെറ്റു പെരുകും. സുഹൃത്തുക്കളെ, അവരെ നേരിടാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതാ ഈസാ നബിയുടെ ദുആ ബർക്കത്ത് കൊണ്ട് അള്ളാഹു യഅജൂജിനെയും മഅജൂജിനെയും നശിപ്പിക്കുകയാണ്. യഅജൂജിന് അല്ലാഹു തലയിൽ പുഴുക്കളെ പടക്കുകയാണ്. ചെറിയ പുഴുക്കൾ അവരുടെ അന്ധകരായി മാറുകയാണ്. അങ്ങനെ യഅജൂജും മഅജൂജും ഭൂമിയിൽ ചത്തൊടുങ്ങുകയാണ്. അവരുടെ കബന്ധങ്ങൾ ഭൂമിയിൽ നിറഞ്ഞു കവിയും. മുത്തുനബി പറഞ്ഞു ഫയുർസിലുല്ലാഹു തുയൂറാ, അല്ലാഹു കുറെ പക്ഷികളെ പറഞ്ഞയക്കും. ഒട്ടകത്തിന്റെ കഴുത്ത് പോലുള്ള പക്ഷികൾ വന്ന് ഈ യഅജൂജ് വ മഅജൂജിനെ കൊത്തിയെടുത്ത് ദൂരത്തേക്ക് പറക്കും. എങ്ങോട്ട് പോകുന്നു അറിയില്ല. ഭൂമി അങ്ങനെ വൃത്തിയാക്കപ്പെടും. അങ്ങനെ യഅജൂജ് വ മഅജൂജ് എന്ന പരീക്ഷണം അതാ ഭൂമിയിൽ നിന്ന് തുടച്ച് അള്ളാഹു നീക്കുകയാണ്. ഈസാ നബിയും അനുയായികളും തൂർ സീനാ പർവ്വതത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. നോക്കൂ, അള്ളാഹു ഉദ്ദേശിച്ച കാലം ഈസാ നബി ജീവിക്കും. സുഹൃത്തുക്കളെ, ഈസാ നബി അലൈഹിസ്സലാം വഫാത്താവുകയാണ്.
അള്ളാഹുവിന്റെ റസൂലിന്റെ റൗലയിൽ ഈസാ നബിക്ക് അന്ത്യവിശ്രമം കൊള്ളാനുള്ള സ്ഥലം ഇന്ന് ആ റൗലയിൽ ഉണ്ട് സുഹൃത്തുക്കളെ. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം മുത്തിന്റെ റൗലയിൽ കബറടക്കപ്പെട്ട് കഴിഞ്ഞാൽ അതാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖിയാമത്തിന്റെ 10 അടയാളങ്ങളിൽ പ്രധാനപ്പെട്ട അടയാളം പുലരുകയാണ്. അവിടെന്ന് പറഞ്ഞു ദാബത്തുൽ അർള് എന്ന മൃഗം പുറപ്പെടുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിൽ ഈ അടയാളത്തെ പറ്റി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വഇദാ വഖഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബതൻ മിനൽ അർള് തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യൂഖിനൂൻ. അല്ലാഹുവിന്റെ വചനം അവർക്കെതിരെ സ്ഥിരപ്പെടുമ്പോൾ നാം പുറപ്പെടുവിക്കും ദാബതൻ മിനൽ അർള്, ദാബത്തുൽ അർള് എന്ന മൃഗത്തെ. ആ മൃഗം സംസാരിക്കും. തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യൂഖിനൂൻ. അറബി ഭാഷയിൽ സംസാരിക്കും. ഒരു മൃഗമാണ് ദാബത്തുൽ അർള്. നോക്കൂ, ഇബ്നു ഉമർ തങ്ങൾ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ മൃഗം പുറപ്പെടുന്നത് യഖ്റുജു മിനൽ മസ്ജിദിൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന്, കഅബയുടെ മൂലയിൽ നിന്നാണ്, അറഫയിൽ നിന്നാണെന്നും ഖൗലുണ്ട്. എപ്പോഴാണ് മൃഗം വരുന്നത്? അതിന് പ്രത്യേകം ജനമനസ്സും മണ്ണും പക്വമാകുമ്പോൾ. അതാ ഹദീസിൽ കാണാം, ഇദാ ലം യഅ്മുറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കാൻ ആളില്ലാതിരിക്കുമ്പോൾ, തിന്മ വിഭാടനം ചെയ്യാൻ ആളില്ലാതിരിക്കുമ്പോൾ, എല്ലാവരും ഒന്നിച്ചു തെറ്റ് ചെയ്യുമ്പോൾ, വജബസ്സഹത്തു അലൈഹിം, പടച്ചവന്റെ കോപം അവരിലേക്ക് വരും. പടച്ചവന്റെ കോപം അതാണ് ദാബത്തുൽ അർള്. കണ്ടോ? അതുകൊണ്ട് സതുപദേശം നൽകിക്കൊണ്ടിരിക്കണം. ഫദക്കിർ, ഓർമ്മപ്പെടുത്തണം, ഉപദേശിച്ചുകൊണ്ടിരിക്കണം. ഉപദേശം മുഅ്മിനീങ്ങൾക്ക് ഫലം ചെയ്യും. കണ്ടോ? അവസാന കാലത്ത് ദാബത്തുൽ അർള് വരുമ്പോ ആരും സതുപദേശം ചെയ്യാൻ ഉണ്ടാവുകയില്ല. ഈ മൃഗത്തെ പറ്റി കാണാം, ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഇന്നലഹാ ഉനുകൻ മുശ്രിഫാ, നീണ്ട കഴുത്തുണ്ട്, വലഹാ വജ്ഹുൻ കവജ്ഹി ഇൻസാൻ, മനുഷ്യന്റെ ഫേസ് കട്ടാണ്, മനുഷ്യന്റെ മുഖം, മനുഷ്യന്റെ മുഖം, നീണ്ട കഴുത്ത്, വലഹാ മിൻകാറുൻ, പക്ഷിയുടെ ചുണ്ട്, ലഹാ അർബഅതു ഖവാഇമ, 4 കാല്, ദാത്തി വബർ, ദേഹത്ത് മുഴുവനും രോമങ്ങളുണ്ട്, മിൻകുല്ലി അൽവാൻ, എല്ലാ കളറുകളും ആ രോമത്തിനുണ്ടാകും. അറബി ഭാഷയും സംസാരിക്കും. തീർന്നില്ല, ആ മൃഗത്തിന്റെ കയ്യിൽ ഒരു കയ്യിൽ അസാ മൂസാ, മൂസാ നബിക്ക് അല്ലാഹു കൊടുത്ത വടിയും പിടിച്ചിട്ടുണ്ടാകും. അതാ മറ്റൊരു കയ്യിൽ, ആ മൃഗത്തിന്റെ മറ്റൊരു കയ്യിൽ ഖാതമു സുലൈമാൻ, സുലൈമാൻ നബിയുടെ മോതിരവും കാണും. ഭയപ്പെടും. ആ മൃഗത്തിന്റെ മുമ്പിൽ പെടാതിരിക്കാൻ മുനാഫിക്കുകൾ ശ്രമിക്കും, ചെന്ന് പെടുവെന്ന അല്ലാഹു കാക്കട്ടെ. എന്തിനായി മൃഗം? ഇതൊരു അടയാളമാണ് സുഹൃത്തുക്കളെ, ഇതൊരു അടയാളമാണ്. നോക്കൂ, ഈ മൃഗം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മണ്ണ് തെറിപ്പിച്ച് കഅബയുടെ മൂലയിൽ നിന്ന് പുറപ്പെടും. ജനങ്ങളോട് ഈ മൃഗം അറബിയിൽ സംസാരിക്കും. അന്നന്നാസ്, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നില്ലല്ലോ, ഉറപ്പിക്കുന്നില്ലല്ലോ. നോക്കൂ, ഈ അടയാളം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരടയാളം സംഭവിക്കുമെന്ന് മൽഹറുൽ അത്തമിന്റെ പ്രവചനത്തിൽ കാണാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുർആൻ സൂറത്തുൽ അൻആം 158-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുകയാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുകയാണ്. ദാബത്തുൽ അർള് പുറപ്പെട്ടാൽ ഉടനെ ഇത് രണ്ടും ഉടനെ സംഭവിക്കുമെന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യൗമ യഅതി ബഅദു ആയാതി റബ്ബിക് ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ ഖുൽ ഇൻതളിറൂ ഇന്നാ മുൻതളിറൂൻ. അതാ നിന്റെ റബ്ബിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ പുലരുന്ന ദിവസം, അതാ സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്ന ദിവസം. 2 ആഴ്ച മുമ്പ് ഒരു വാർത്തയുണ്ടായിരുന്നു, ഏഷ്യാനെറ്റിന്റെ കൗതുക വാർത്ത. വിനീതന്റെ മൊബൈൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തതല്ല, ഞാൻ മുമ്പ് ജോലി ചെയ്ത കോട്ടയം ജില്ലയിലെ കങ്ങഴ, അവിടെ എന്റെ ഒരു സുഹൃത്ത് TV കേട്ടോണ്ടിരുന്നപ്പോ ഇത് വന്നു. പ്രമാണങ്ങൾ പറഞ്ഞതുപോലെ
സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും, ഭൂമി തിരിഞ്ഞു കറങ്ങും. നമുക്ക് പരിചയമുള്ള ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ വാർത്ത വായിക്കുക, അപ്പൊ പെട്ടെന്ന് അത് മൊബൈൽ റെക്കോർഡ് ചെയ്തു. എന്റെ മൊബൈലുണ്ട്. സുഹൃത്തുക്കളെ, പ്രമാണങ്ങൾ പറഞ്ഞതുപോലെ, ഏത് പ്രമാണം എന്ന് പറഞ്ഞില്ല, ഇസ്ലാമിക പ്രമാണം ധൈര്യമായിട്ട് പറഞ്ഞോ. കണ്ടോ, പ്രമാണങ്ങൾ പറഞ്ഞതുപോലെ ഭൂമി തിരിഞ്ഞു കറങ്ങും, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. അമേരിക്കയുടെ നാസ കണ്ടെത്തിയിരിക്കുന്നു. ഈ മെസ്സേജ് കേൾക്കുന്നവർ ഇവിടെ വെച്ച് തന്നെ തൗബ ചെയ്യീൻ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, പടച്ചതമ്പുരാൻ പുറത്തു തരട്ടെ. ഈ പരിശുദ്ധ വേദം നമ്മുടെ കയ്യിലുണ്ട്, ഈ പ്രമാണം നമ്മുടെ കയ്യിലുണ്ട്, മുത്തുനബിയുടെ ഹദീസുകൾ നമ്മുടെ കയ്യിലുണ്ട്. നശ്വരമാണ് ജീവിതം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവന്റെ പൊരുത്തം, അവന്റെ കൃപാ കടാക്ഷം ഏറ്റുവാങ്ങി അള്ളാഹുവിലേക്ക് യാത്രയാവാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതാ ആ ഖിയാമത്തിന്റെ വലിയ അടയാളം പുലരുകയാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുകയാണ്. ഒരു സഹാബിയാണ് ഹുദൈഫ. ആ സഹാബിയുടെ പേര് തന്നെ സാഹിബ് സിർ എന്നാണ്. എല്ലാ സഹാബാക്കളും ഖൈർ ചോദിക്കുമ്പോ ഈ സഹാബി ഷർറ ചോദിക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാ സഹാബത്തും സമുദായത്തിന്റെ നന്മ ചോദിക്കുമ്പോ ഈ സഹാബി സമുദായത്തിന് വല്ല തിന്മയും വരാനുണ്ടോ, എന്തെങ്കിലും അപകടം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സഹാബിയാണ് ഹുദൈഫ സാഹിബു സിർ, അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. ഹസറത്ത് ഹുദൈഫ നബിയോട് ചോദിച്ചു, മാ ആയത്തു തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്നതിന്റെ അടയാളം പ്രവാചക പ്രഭോ പറഞ്ഞു തരണം. നബി തിരുമേനി പറഞ്ഞു, തതൂലു തിൽകൽ ലൈല, അന്നത്തെ രാത്രിക്ക് ദൈർഘ്യം കൂടും. ഖദറ ലൈലത്തൈൻ, 2 രാത്രിയുടെ ദൈർഘ്യം. നോക്കൂ, സൂര്യൻ അസ്തമിക്കും ഒരു ദിവസം. അന്നത്തെ ആ രാത്രി സൂര്യൻ അസ്തമിക്കും. അസ്തമിച്ചു കഴിഞ്ഞാൽ അന്നത്തെ രാത്രിക്ക് 2 രാത്രിയുടെ നീളം. തകൂനു തിൽകൽ ലൈല ഖദറ ലൈലത്തൈൻ, 2 രാത്രി. കണ്ടോ, 2 രാത്രി. അപ്പൊ ഒരു ദിവസത്തിന്റെ നീളം. ആളുകളൊക്കെ ഉറങ്ങി ക്ഷീണിച്ച് എഴുന്നേക്കും. ഇതെന്താ നേരം വെളുക്കാത്തത്? പെട്ടെന്ന് എല്ലാവരും എന്ത് ചെയ്യും? പള്ളിയിലോട്ടൊക്കെ പോകും. അപ്പോഴാണ് സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത്. എവിടെന്ന്? ജപ്പാനിന്നല്ല, പിന്നെ ബറാക് ഹുസൈൻ ഒബാമയുടെ നാട്ടിൽ നിന്ന്. ആകെ അമേരിക്ക തരുന്ന ഒരു കാര്യമായിരുന്നു. അമേരിക്ക ലോകത്തിന് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഏത്? സൂര്യനെ ഒന്ന് പടിഞ്ഞാറ് നൽകും. കണ്ടോ, വേറെ ഒന്നും അമേരിക്ക ലോകത്തിൽ നൽകിയിട്ടില്ല. അക്രമവും അഴിമതിയും സുഹൃത്തുക്കളെ ബോംബിങ്ങും അല്ലാതെ. ബറാക് ഹുസൈൻ ഒബാമയുടെ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കും. സൂര്യൻ ഉദിച്ച് മധ്യാഹ്നത്തിൽ വന്നിട്ട് തിരിച്ചു പോകും, അസ്തമിക്കും. നോക്കൂ, ആളുകൾ പരിഭ്രാന്തരാകും, ഭയചകിതരാകും. ആളുകൾ ഇത് കണ്ടിട്ട് ഈമാൻ കൊള്ളും. ഇതുവരെ ദൈവം തമ്പുരാനെ നിഷേധിച്ചവർ, നാസ്തികർ, അഭ്യസ്തവിദ്യർ, ഭൗതികവാദികൾ, പൈശാചിക ശക്തികൾ എല്ലാം ഇത് കണ്ടിട്ട് ഭയചകിതരാകും. അവര് അപ്പോൾ അള്ളാഹുവിന്റെ അസ്തിത്വം ഉൾക്കൊള്ളും. അവര് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ അവസരം കഴിഞ്ഞുപോയി. അതാ മുത്തുനബി പറഞ്ഞു, ഇന്നല്ലാഹ ജഅല ബിൽ മഗ്രിബി ബാബാ യുഖാലു ലഹു അത്തൗബ. അല്ലാഹു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്, ഒരു വാതിൽ. ആ വാതിലിന്റെ പേര് ബാബു തൗബ, തൗബയുടെ വാതിൽ എന്നാണ്. ലാ യുഗ്ലഖു, അതിപ്പോൾ തുറന്നു കിടക്കുകയാണ്, അടയ്ക്കപ്പെടുകയില്ല. മാലം തത്ലുഉ ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ ആ വാതിൽ തുറന്നു കിടക്കും. സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിച്ചാൽ ആ വാതിൽ അതാ കൊട്ടിയടയ്ക്കും. പിന്നീട് ആരുടെയും വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ച പ്രവർത്തികളും കർമ്മങ്ങളും ആരാധനകളും സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് ചാൻസ്, വിശ്വസിച്ച് പുണ്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 70 വർഷത്തെ വഴിദൂരമാണ് ആ ഗേറ്റിന്. അമലുകളെല്ലാം പോകുന്നത് ആ വാതിലൂടെയാണ്. അല്ലാഹു അവനിലേക്ക് അടുക്കാൻ, വിശ്വസിക്കാൻ പടച്ചവൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. അതാണ് ഖുർആൻ പറഞ്ഞത്, ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ. അത് കണ്ടിട്ട് വിശ്വസിക്കുന്നവരുടെ ഈമാൻ ഫലം ചെയ്യുകയില്ല. ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ, അത് കണ്ടിട്ട് പുണ്യങ്ങൾ ചെയ്താലും ഫലം നൽകുകയില്ല. നോക്കൂ, മുമ്പ് വിശ്വസിക്കണം. മുമ്പ് അമലുകൾ ചെയ്തവരാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കും.
അങ്ങനെ സഹോദരങ്ങളെ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയും ചെയ്താൽ അതാ ഖിയാമത്തിന്റെ 7ഉം 8ഉം 9ഉം അടയാളങ്ങൾ പുലരുകയാണ്. സലാസത്തു ഖുസൂഫ്, മുത്തുനബിയുടെ പ്രവചനമാണ്. 3 ഭൂകമ്പങ്ങൾ ഉണ്ടാകും. സാധാരണ സൽസലത്തല്ല, ഖസ്ഫാണ്. ഖസ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമി വിഴുങ്ങും. അതാ ഒന്ന് മധ്യ പൗരസ്ത്യദേശത്ത്, ഒന്ന് പടിഞ്ഞാറ്, ഒന്ന് കിഴക്ക്, ഭൂമി ഇടിഞ്ഞ് താഴുകയാണ്. ഇത് 3ഉം സംഭവിച്ചു കഴിഞ്ഞാൽ 10ാമത്തെ അടയാളം പുലരുകയാണ്. യമനിൽ നിന്നും ഒരു തീഗോളം പുറപ്പെടും. ആ തീഗോളം ജനങ്ങളെ മഹ്ശറയിലേക്ക് ആനയിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് ഈ 10 അടയാളവും പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ 10 അടയാളവും പുലരാതെ ലോകം അവസാനിക്കുകയില്ല. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നോക്കൂ, അവസാനം തൗബയുടെ വാതിലും അടഞ്ഞു കഴിയുമ്പോൾ ഹദീസിൽ വരുന്നുണ്ട്, പ്രവാചകന്റെ പ്രവചനങ്ങളിൽ കാണാം, ഇത് യബ്അസുല്ലാഹു റീഹൻ ത്വയ്യിബാ, ഒരു മന്ദമാരുതൻ, ഒരു പരിശുദ്ധമായ ഒരു കാറ്റിനെ അല്ലാഹു അയക്കും. ആ കാറ്റിങ്ങനെ വരും. അതാ ഫയഖ്ബലു റൂഹ കുല്ലി മുസ്ലിമിൻ വ മുഅ്മിൻ, വിശ്വാസികളുടെ ആത്മാക്കളെ ആ കാറ്റ് പിടിക്കും. ഫതഅഖുദുഹും തഹത ആബാതിഹിം, കൈയുടെ താഴത്തുകൂടി, കക്ഷത്തിന്റെ താഴത്തുകൂടി ആ കാറ്റുകൾ ഇങ്ങനെ പോകുമ്പോൾ വിശ്വാസികൾ മരിച്ചുകൊണ്ടിരിക്കും. ഫയബ്ഖാ ശിറാറുന്നാസ്, ഇപ്പോൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് വൃത്തികെട്ടവരാണ്. യതഹാറജൂൻ, അവർ രതിവൈകൃതങ്ങൾ കാണിക്കും. കതഹാറുജൽ ഹുമുർ, കഴുതകളെ പോലെ ജീവിക്കുന്ന ഒരു ജനങ്ങൾ ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവരിലേക്കാണ് ഖിയാമത്ത് സംഭവിക്കുന്നത്. അല്ലാഹു എന്നോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോ അല്ലാഹുവിന്റെ പരിശുദ്ധ ദിക്ർ പറയാൻ ഭൂമിയിൽ ആരും കാണുകയില്ല. പടച്ചവൻ നമുക്ക് ഹിദായത്ത് തരട്ടെ. മുഅ്മിനീങ്ങളെ, ഇതാ ഖിയാമത്തിന്റെ അടയാളങ്ങൾ, പ്രവാചകന്റെ പ്രവചനങ്ങൾ കേട്ട് മനസ്സ് തരളിതമാണ്, ആർദ്രമായിരിക്കുന്നു. ആ മുത്ത് അതാ അവിടെന്ന് പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. അതിന്റെ പകലിലോ അതിന്റെ രാത്രിയിലോ നിങ്ങൾ എനിക്ക് കൂടുതൽ സ്വലാത്ത് ചൊല്ലണം. ഫഇന്ന സ്വലാതകും മഅറൂലത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹു എനിക്ക് കാണിച്ചു തരും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, കൈഫ തുറദു സ്വലാത്തുനാ വഖദ് അറംത വഫീ റിവായത്തിൻ ഉരിംത, അവിടുന്ന് വഫാത്തായി മണ്ണോട് ചേർന്ന് അവിടത്തെ അസ്ഥി മണ്ണ് തിന്ന് പഞ്ചരമായാൽ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത്, ഉമ്മത്തികളുടെ സ്വലാത്ത് അങ്ങേക്ക് കാണിക്കുക? പ്രവാചകൻ പറഞ്ഞു, അത് മൗഢ്യമാണ്. ഇന്നല്ലാഹ ഹറമ അലൽ അർദ് അജ്സാദൽ അംബിയാ, അംബിയാ മുർസലീങ്ങളുടെ ശരീരം മണ്ണ് തിന്നുന്നതല്ല. ഷഫീഉനാ റസൂലുള്ളാഹി, ആരംഭപ്പൂവിന് സ്വലാത്ത് ചൊല്ലാൻ, അല്ലാഹുവിന് ദിക്ർ ചൊല്ലാൻ, അവന്റെ ഏകത്വം അംഗീകരിക്കാൻ, അവന് സുജൂദ് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഖുദ്സിയായ ഹദീസ് കൂടി പറയാം. മുത്തുനബി പറഞ്ഞു, അല്ലാഹു പറഞ്ഞതായി, കുന്തു കൻസൻ മഖ്ഫിയ, അല്ലാഹു പറയുകയാണ്, ഞാൻ മറക്കപ്പെട്ട നിധിയായിരുന്നു. അല്ലാഹു പറയുന്നു, ഞാൻ മറക്കപ്പെട്ട നിധിയായിരുന്നു. ഫഅഹബബ്തു അൻ ഉറഫ്, ഞാൻ അറിയപ്പെടാൻ ഇഷ്ടപ്പെട്ടു. അല്ലാഹു പറയുകയാണ്, ഫഖലഖതുൽ ഖൽഖ, ഞാൻ സൃഷ്ടികളെ സൃഷ്ടിച്ചു. കണ്ടോ, അല്ലാഹു അറിയപ്പെട്ടത് സൃഷ്ടികളിലൂടെയാ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ഞാൻ മനുഷ്യ ഭൂതവർഗത്തെ പടച്ചിട്ടില്ല അവരെന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഈ 60 വർഷം, 70 കൊല്ലം, 55 വർഷം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനെ സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബി പറഞ്ഞു, സലാസുൻ, 3 കാര്യം ഒരാളിൽ ഉണ്ടായാൽ, മസലാസുൻ മൻ കുന്ന ഫീ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അവൻ ആസ്വദിച്ചു. അതിൽ ഒന്ന്, മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈ മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അവന്റെ റസൂലും അവരൊഴികെയുള്ള വസ്തുക്കളെക്കാൾ പ്രിയങ്കരമാകണം.
അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ, അള്ളാഹുവിനെ ഹബീബായിട്ട് ഉൾക്കൊള്ളാൻ, റസൂലുള്ളാഹി മഹബൂബായിട്ട് ഉൾക്കൊള്ളാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വിമോചകനാണ് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തിനാ ഒരുപാട് പറയുന്നത്? നോക്കൂ, ഒരു കവി പാടി അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി. ഒരു കവി പാടിയത്, സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്ര്യങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ അറബിൻ വമിൻ അജമി. മുഹമ്മദ് മുസ്തഫ സയ്യിദുൽ കൗനൈനി, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നേതാവാണ്. അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നേതാവാണ്. നിവൽ ഫരീഖൈനി, ആ പ്രവാചകൻ മനുഷ്യ ഭൂതവർഗത്തിന്റെ ലീഡറാണ്. മിൻ അറബിൻ വ മിൻ അജമി, സയ്യിദുസ് സഖലൈൻ, മനുഷ്യ ജിന്നിന്റെ നേതാവാണ്. അതുപോലെ മനുഷ്യരിൽ രണ്ട് വിഭാഗത്തിന്റെ, അതാ പാശ്ചാത്യരുടെയും പൗരസ്ത്യരുടെയും നേതാവാണെന്ന് ഇമാം ബൂസുരി ബുർദയിൽ പറഞ്ഞെങ്കിൽ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ബുഇസ്തു, അല്ലാഹു എന്നെ നിയോഗിച്ചു, ഇലൽ അഹ്മരി വൽ അസ്വദി. ഖാല റസൂലുള്ളാഹി, ഞാൻ വെളുത്തവന്റെ പ്രവാചകനാണ്, ഞാൻ ചുവന്നവന്റെ പ്രവാചകനാണ്, ഞാൻ കറുത്തവന്റെയും പ്രവാചകനാണ്, ഞാൻ നീഗ്രോയായ അടിമയുടെ പ്രവാചകനാണ്, ഞാൻ വെളുത്ത സായിപ്പിന്റെയും പ്രവാചകനാണ്, ചുവന്ന കറുത്തവരുടെ പ്രവാചകനാണ് ഞാൻ, ജിന്നിന്റെയും മനുഷ്യരുടെയും പ്രവാചകനാണ്, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നേതാവാണ് ഞാൻ, സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു ആ ഹബീബിനെ സ്നേഹിക്കാൻ, ആ ഹബീബ് കൊണ്ടുവന്ന മാർഗം സുന്നത്ത്, അല്ലാഹു ആ ഹബീബ് നമ്മളെ ഏൽപ്പിച്ച ഖുർആൻ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, നശ്വരമാണ് ഈ ദുനിയാവ്, നശ്വരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൊട്ടാരവും നമ്മുടെ കാറും നമ്മുടെ എസ്റ്റേറ്റും ബംഗ്ലാവും റിയൽ എസ്റ്റേറ്റും ഒക്കെ വിട്ടിട്ട് അതാ നാം ഒറ്റയ്ക്ക് പോകണം മുഅ്മിനീങ്ങളുടെ തോളത്തിരുന്ന്. ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ഇന്ന് രാവിലെ അണിഞ്ഞ ഈ ജുബ്ബ, ഈ ഷർട്ട്, അതിന്റെ ബട്ടൺ വൈകുന്നേരം നമുക്ക് അഴിക്കാൻ പറ്റുമെന്ന് പറയാൻ കഴിയില്ല. ഒരു പക്ഷെ സമുദായമായിരിക്കും അഴിക്കുന്നത്. നോക്കൂ, ഇന്ന് നമ്മൾ തന്നെ കുളിച്ചു, നാളത്തെ കുളി ഈ സമുദായമായിരിക്കും കുളിപ്പിക്കുന്നത്, അല്ലേ സുഹൃത്തുക്കളെ? നാളത്തെ നമസ്കാരം നമ്മൾ ഇന്ന് നിസ്കരിച്ചു, നാളെ നമുക്ക് വേണ്ടി ഈ സമുദായം നമസ്കരിക്കും. അള്ളാഹു അതിനു മുമ്പ് നമസ്കരിക്കാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, ഒരു പോയിന്റ് കൂടി പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ, നാം ഈ ചെറുതും വലുതുമായ അടയാളങ്ങളെല്ലാം നമ്മൾ കേട്ടു. അൽഹംദുലില്ലാ, ഇത് കേട്ടിട്ട് നമുക്ക് ഒരു മാർഗദർശനം, ഒരു ഗൈഡ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവണം. എന്താണ് മാർഗദർശനം? നാം ഒരു തീരുമാനമെടുക്കുക. അടുത്ത സുബഹി മുതൽ, നോക്കൂ, വെള്ളിയാഴ്ച രാത്രിയാണ്, നമുക്ക് മുത്തിന് 10 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, കുറച്ച് ദിക്ർ ചൊല്ലി നമുക്ക് അല്ലാഹുവിനോട് ഒന്നിച്ച് കൈനീട്ടാം. നമ്മുടെ ജീവിതത്തിന് ഈ 5 ദിവസത്തെ പ്രഭാഷണം ഒരു വെളിച്ചമാകട്ടെ. പടച്ചതമ്പുരാൻ നമുക്കെല്ലാം പുറത്ത് അവന്റെ പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യത്തിൽ അല്ലാഹു ദീർഘായുസ്സ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മോട് യാത്ര പറഞ്ഞ അബ്ദുൽ ലത്തീഫിന് അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. രോഗശയ്യയിൽ, ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവർക്ക് അല്ലാഹു അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. വീടുകളിൽ അസുഖം ബാധിച്ചു കിടക്കുന്നവർക്ക് അല്ലാഹു ശരീരത്തിന് ആഫിയത്തും കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മദ്യപാനത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ, പലിശയിൽ നിന്ന് അകന്നു നിൽക്കാൻ, കഞ്ചാവ് പാൻ പരാഗിൽ നിന്ന് അകന്നു നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ. സുഹൃത്തുക്കളെ, 5 ദിവസത്തെ പ്രഭാഷണം കേട്ട് ധന്യരായ സദസ്സിനോട് ഞാൻ വിനീതമായി പറയുന്നു, നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. 5 നേരത്തെ നമസ്കാരം.
അത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും, നമ്മുടെ മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ എല്ലാം ശുദ്ധീകരിക്കും. നമസ്കാരം നമ്മളെ സംസ്കരിക്കുമെന്ന് ഖുർആൻ പറയുന്നു. ഉമ്മ പെങ്ങന്മാരും യുവാക്കളും മുന്നോട്ട് വരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പടച്ചോ നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. പ്രായം കവിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾക്ക് മംഗല്യ സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ. വിദ്യാഭ്യാസം കഴിഞ്ഞു ഡിഗ്രിയും PGയും കഴിഞ്ഞ് ജോബില്ലാതെ നിൽക്കുന്ന യുവാക്കൾക്ക് അള്ളാഹു നല്ല ജോലി കൊടുക്കട്ടെ. എല്ലാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തെത്താൻ അള്ളാഹു നമ്മുടെ മക്കൾക്ക്, യുവാക്കൾക്ക് പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. എന്നും നന്നായി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ, കച്ചവടം, മറ്റ് തൊഴിൽ മാർഗങ്ങൾ, ഹലാലായ മാർഗങ്ങളിലൂടെ ധനം കണ്ടെത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തന്ന വിഭവങ്ങളിൽ പടച്ചവൻ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങളോടൊപ്പം വാഴ കേൾക്കാനൊക്കെ അവരും വന്നിട്ടുണ്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന്. ഇൻഷാ അള്ളാഹു പടച്ചോൻ ഈ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെ സംഗമിപ്പിക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.